ഓക്കെ, അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം. നോക്കൂ, ഒരു ബോഡി ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസിൽ സ്ലൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്. ഒരു നിശ്ചിത സമയം കൊണ്ട് ഈ എസ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും? ഈ ബോഡി പിന്നെ കവർ ചെയ്യും. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഈ ബോഡി എന്ത് ചെയ്യും? പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യും. നോക്കൂ, ഈ ബോഡി ഈ സർഫസിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് പോകുന്നത്, ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് കാരണം? എന്താ അതിന് കാരണം? കാര്യം ഈ ബോഡിയുടെ വെയിറ്റ് mg എപ്പോഴും താഴേക്കാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. എന്ന് വെച്ചാൽ ആ വെയിറ്റ് ഈ സർഫസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സർഫസ് എന്ത് ചെയ്യും? ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഒരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കും. ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുന്നത്, നോർമൽ റിയാക്ഷൻ. അപ്പൊ ഈ നോർമൽ റിയാക്ഷനും mgയും ബാലൻസ് ചെയ്യും. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ബോഡിയുടെ ചലനത്തിൽ ഈ ബോഡിയെ ചലിപ്പിക്കുന്നത് ഒരു ഫോഴ്സ് ആണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്. എന്നാൽ ഈ നോർമൽ റിയാക്ഷൻ ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യൂ? ഇല്ല. കാരണം എന്താണ്? നോർമൽ റിയാക്ഷൻ ഒരു ഫോഴ്സ് ആണ്. നോർമൽ റിയാക്ഷൻ ഒരു ഫോഴ്സ് ആണ്, പക്ഷെ ആ ഫോഴ്സ് ഇവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല. എന്താ കാരണം? ആ ഫോഴ്സും ഈ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. അതുപോലെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും ഈ ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് എന്താണ്? നോർമലാണ് ഡിസ്പ്ലേസ്മെന്റിന്, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് വായിക്കാം. കൺസിഡർ എ ബോഡി സ്ലൈഡിംഗ് ഓവർ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ റിയാക്ഷൻ ഓഫ് ദ സർഫസ് വിൽ ബി 0. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്യുന്ന വർക്കും റിയാക്ഷൻ ചെയ്യുന്ന വർക്കും 0 ആണ്. അതിന്റെ കാരണം എന്താണ്? ദിസ് ഇസ് ബിക്കോസ് ബോത്ത് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ റിയാക്ഷൻ ആക്ട് നോർമൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും റിയാക്ഷനും ഡിസ്പ്ലേസ്മെന്റിന് നോർമൽ ആയാണ് ആക്ട് ചെയ്യുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ഡൺ 0 ആകുന്നത്. ഇതേ ഉദാഹരണം തന്നെ, പിന്നെ എന്താണ്, അണ്ടർലൈൻ ഫിസിക്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിന്നെ ഉദാഹരണത്തിലൂടെ പറയാം. മറ്റൊരു ഉദാഹരണത്തിലൂടെ എന്താണ്? ഒരു റെയിൽവേ പോർട്ടർ. നോക്കൂ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി പെട്ടി അയാൾക്ക് കൊടുക്കുകയാണ്, ഒരു പോർട്ടറിന് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം അത് തലയിൽ വയ്ക്കുന്നു. തലയിൽ വെച്ചിട്ട് അദ്ദേഹം നടക്കുന്നു. നോക്കൂ, അദ്ദേഹം തലയിൽ വെക്കുമ്പോൾ പിന്നെ എന്താണ്? ഈ പിന്നെ പെട്ടിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റിയാണ്. നോക്കൂ, താഴേക്കാണ്. പക്ഷെ അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ടാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ, ഫോഴ്സ് ഇങ്ങനെ. അപ്പൊ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എത്രയാണ് ഇവിടെ? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 0 ആണ്. അപ്പൊ പുള്ളിക്കാരൻ വർക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്താണ്? നമുക്ക് ഇങ്ങോട്ട് അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഫിസിക്സ് പറഞ്ഞിട്ടാണ്, ഞാൻ ഫിസിക്സ് പഠിച്ച ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്താണ്, പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രകാരം നിങ്ങൾ വർക്കൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് ഫിസിക്സിലെ വർക്കാണ്. അദ്ദേഹത്തിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ചെയ്ത വർക്ക് എന്താണ്? 0 ആണ്. കാര്യം എന്താണ്? പെട്ടി അദ്ദേഹത്തിന്റെ തലയിലിരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴേക്കാണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് വർക്ക് 0 ആണ്. സോ ദ സെയിം ആർഗ്യുമെന്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ മാൻ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്കിംഗ് ഓൺ എ റെയിൽവേ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. Consider a body moving in a circle with constant speed. At every point on the circular path, the centripetal force and the displacement are mutually perpendicular. അത് നമ്മൾ എന്താണ്, ഒരുപാട് തവണ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു സർക്കിൾ നോക്കൂ, ഇതാണ് ഒരു സർക്കുലാർ പാത്ത്. അപ്പോൾ ഈ സർക്കുലാർ പാത്തിൽ ഒരു ബോഡി എന്ത് ചെയ്തിരിക്കുകയാണ്? മൂവ് ചെയ്യുകയാണ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആയാണ് പോകുന്നത്, പക്ഷെ വെലോസിറ്റി മാറുന്നു. കാരണം എന്താണ്? ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സർക്കുലാർ പാത്തിലെ ഓരോ പോയിന്റ് എടുത്ത് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും സെന്ററിലേക്കായിരിക്കും. ഇങ്ങനെ, മനസ്സിലായില്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ ഒരു പോയിന്റിൽ ഈ ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് സർക്കിളിന്റെ സെന്ററിലേക്കാണ് പോകുന്നത്, FC വെക്ടർ. ഇനി ഈ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? അങ്ങോട്ടാണ്, ടാൻജൻഷ്യലാണ്. മനസ്സിലായില്ലേ? ടാൻജൻഷ്യലാണ്. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ് ഇവിടെ? 0 ആയിരിക്കും. ശരിയല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണ്. കാരണം എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സും അതായത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90 0 ആയി പോകുന്നു. ഓക്കെ, ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
പിന്നെ ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും, ഇതാണ് എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് സാറ്റലൈറ്റ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ സാറ്റലൈറ്റിന് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? എർത്ത്സ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ്. കണ്ടോ, ഇങ്ങോട്ട് എർത്തിന്റെ സെന്ററിലേക്ക്. അപ്പൊ നിങ്ങൾക്കറിയാം എർത്തിന്റെ സെന്ററിലേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? അങ്ങോട്ടായിരിക്കും. കണ്ടോ, അവ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്, ദ സെയിം ആർഗ്യുമെന്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ സാറ്റലൈറ്റ് മൂവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഇൻ ദിസ് കേസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് 0. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇനി നോക്കിക്കേ, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സ്ട്രിങ്ങിൽ ബോബ് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓസിലേഷൻസ് നടക്കുന്നു. അതാണ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അതാണ് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. നിങ്ങൾ കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ പെൻഡുലത്തിൽ ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിലാണ്, ശരിയല്ലേ? അപ്പൊ നോക്കൂ, ബോബ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ പിന്നെ മീൻ പൊസിഷൻ എന്ന് പറയും, ഇത് മീൻ പൊസിഷൻ. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആട്ടി കൊടുക്കുകയാണ്, ഓസിലേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നോക്കിയേ, mg എന്നുള്ള ഇതിന്റെ വെയിറ്റ് താഴേക്കാണ്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രിങ്ങിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതാണ് ടെൻഷൻ. ഓക്കെ, അത് ടെൻഷൻ എപ്പോഴും ഈ സ്ട്രിങ്ങിൽ എവിടെയും ടെൻഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും എന്താണ്? ടെൻഷൻ മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റ് നോക്കൂ, അതിന് പെർപെൻഡിക്കുലറും ആയിരിക്കും. കാര്യം എന്താണ്? സിമ്പിൾ പെൻഡുലം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മീൻ പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ഇതിനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിന്റെ എനർജി കുറച്ചുകൊണ്ട് ഇത് മീൻ പൊസിഷനിൽ എത്താനാണ് ശ്രമിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് തന്നെയാണ്? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ടെൻഷൻ ഒരു ഫോഴ്സ് ആണ്. അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷനില് സ്ട്രിങ്ങിന്റെ ടെൻഷൻ കൊടുക്കുന്ന വർക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 0 ആണ്. കാര്യം എന്താണ്? ടെൻഷൻ എപ്പോഴും മുകളിലേക്ക്, അതിന് പെർപെൻഡിക്കുലർ ആയാണ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഈസ് 0. ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും അത് ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഈസ് 0. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ നോക്കി, എന്താണ്? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് 0 ആകും. അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോഴോ അപ്പോഴും വർക്ക് 0 ആണ്. എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0 ഇഫ് ദ ബോഡി സഫേഴ്സ് നോ ഡിസ്പ്ലേസ്മെന്റ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ്. അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്താലും ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചില്ലെങ്കിൽ വർക്ക് 0 ആണ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആ കേസ് നമ്മൾ പറയുന്നില്ല. ഫോഴ്സ് കൊടുക്കണം, ഫോഴ്സ് കൊടുക്കുമ്പോഴും പിന്നെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്ക് ഡൺ 0 ആകുന്നു. അത് മറ്റൊരു കേസാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കൂ. എ പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് സ്റ്റാൻഡിങ് അറ്റ് എ ഗിവൺ പ്ലേസ്. അപ്പോ അത് പിന്നെ എന്താണ്? ഒരാൾ തലയിൽ ഒരു ലോഡും വെച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഫോഴ്സ് അയാൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാര്യം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് വർക്ക് ഡൺ 0 ആണ്. അതാണ് വർക്ക് ഡൺ 0 ആകുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് 0 ആകുന്നു. അപ്പൊ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു 0. അതിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ കേസാണ് നെഗറ്റീവ് വർക്ക്. അപ്പൊ നമ്മൾ പോസിറ്റീവ് വർക്ക് പറഞ്ഞു, 0 വർക്ക് പറഞ്ഞു, അടുത്തത് നെഗറ്റീവ് വർക്ക്. അപ്പൊ നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആകാൻ പാടില്ല. 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. 180 ഡിഗ്രി ആകാം, അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവ് ആണ്. ഓക്കെ, കോസ് തീറ്റ നെഗറ്റീവ് ആണ്. നിങ്ങൾ ആ ക്വാഡ്രന്റ് വെച്ചൊക്കെ നോക്കിയാൽ മതി. അപ്പൊ നോക്കൂ, കോസ് തീറ്റ നെഗറ്റീവ് ആകുമ്പോൾ W ഈക്വൽ ടു FS കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് FS കോസ് തീറ്റ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ വർക്ക് ഡണ്ണും നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, ഇതാണ് 90 ഡിഗ്രിക്ക് മുകളിലാണ് ആംഗിൾ. എഫും എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിലാണ്. 90 ഡിഗ്രി ആയ 0 ആയി പോകും. 90 ഡിഗ്രിക്ക് മുകളിലായിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് എ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട് എങ്കിൽ
നമുക്ക് എന്ത് പറയാം? ഈ വർക്ക് ഡൺ എന്നത് നെഗറ്റീവ് ആണെന്ന് പറയാം. എന്നാൽ നോക്കൂ, ഈ കേസിൽ എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ. ഇപ്പൊ അപ്ലൈഡ് ഫോഴ്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലാണ് കമ്പോണന്റ് ഉള്ളത്. കണ്ടോ, റിസോൾവ് ചെയ്യുമ്പോ ഇവിടെ കണ്ടോ, അപ്ലൈഡ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കമ്പോണന്റ് ഉള്ളത്. അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് എ കമ്പോണന്റ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതിന്റെ ഉദാഹരണം നോക്കിയേ. നിങ്ങൾ ഒരു മൂവിംഗ് വെഹിക്കിളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ബ്രേക്ക്. ഓക്കെ, അപ്പോ ബ്രേക്കിംഗ് ഫോഴ്സ്, ബ്രേക്കിന്റെ സ്പെല്ലിംഗ് അറിയാലോ, BRAKE ആണ്. ബ്രേക്ക്, BRAKE. അപ്പോ ബ്രേക്കിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണ് എന്ന് പറയുന്നു. ശരിയാണോ? കാരണം എന്താണ്? ഇപ്പോ മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ ഫോഴ്സ് മുമ്പോട്ടായിരിക്കണം. എന്നാൽ ബ്രേക്കിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ഡിസ്പ്ലേസ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ബ്രേക്കിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്. എന്നാലേ വണ്ടി നിൽക്കുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ ഇങ്ങനെ, ബ്രേക്കിംഗ് ഫോഴ്സ് കണ്ടോ ഇങ്ങനെ. അപ്പൊ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. 90 കൂടുതലാണ്. അപ്പൊ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ബ്രേക്കിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒരു ബോഡിയെ ഒന്നുകൂടെ വായിക്കണ്ടല്ലോ. വെൻ ദ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ ദ വർക്ക് ഡൺ ബൈ ദ ബ്രേക്കിംഗ് ഫോഴ്സ് ഇസ് നെഗറ്റീവ്. ദിസ് ഇസ് ബിക്കോസ് ദ ബ്രേക്കിംഗ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ ഒരു ബോഡി ഒരു റഫ് സർഫസിലൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. റഫ് സർഫസിലൂടെ നിങ്ങൾക്കറിയാം, ഒരു ബോഡി റഫ് സർഫസിലൂടെ വലിക്കുകയാണെങ്കിൽ, റഫ് സർഫസ് എന്ന് പ്രത്യേകം പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഫ്രിക്ഷൻ ഉള്ള സർഫസ് എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ബോഡിയുടെ, പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എങ്ങോട്ട് ആക്ട് ചെയ്യും? അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഫ്രിക്ഷണൽ ഫോഴ്സും പിന്നെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എത്രയാണ് ഇവിടെ? ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു ഫോഴ്സ് ആണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന് എഗെയിൻസ്റ്റ് ആണത്. വെൻ എ ബോഡി ഈസ് ഡ്രാഗ്ഡ് അലോങ് എ റഫ് സർഫേസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ദിസ് ഇസ് ബിക്കോസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. ഒരു ബോഡി നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണെന്ന് പറയുന്നു. ശരിയല്ലേ? ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരുന്ന ഒരു ബോഡി നിങ്ങൾ ലിഫ്റ്റ് ചെയ്തു, മുകളിലേക്ക് കൊണ്ടുപോയി. നോക്കൂ, ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്കല്ലേ? അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഈ കണ്ടീഷനിൽ നെഗറ്റീവ് ആണ്. എന്നാൽ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്കോ, ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണ്. കാര്യം എന്താണ്? ലിഫ്റ്റിംഗ് ഫോഴ്സ് മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക്. എന്നാൽ ഒരു ബോഡിയെ നിങ്ങൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? അത് നെഗറ്റീവ് ആണ്. കാര്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്കാണ്, ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അപ്പൊ നോക്കൂ, when a body is lifted the work done by the gravitational force is negative. This is because the gravitational force acts vertically downwards while the displacement is in the vertically upward direction. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കി. പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക്, നെഗറ്റീവ് വർക്ക്, 3 തരത്തിലുള്ള വർക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുവരെ കൃത്യമായി ഒന്ന് പഠിക്കുക. 2 തവണ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് മനോഹരമായി എഴുതുക. ഓക്കെ, വർക്ക് ഡൺ ബൈ മൾട്ടിപ്പിൾ ഫോഴ്സസ്. അപ്പൊ നിങ്ങൾക്കറിയാം, വർക്ക് എന്നത് അപ്ലൈഡ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അല്ലെ? F.S ആണ്. ഇപ്പൊ ഒരു പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണ്. ശരിയല്ലേ? ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണ് എന്നൊരു കണ്ടീഷൻ നിങ്ങൾ എടുത്ത് നോക്കൂ. അതായത് മൾട്ടിപ്പിൾ ഫോഴ്സസ് ആക്ട് ഓൺ എ ബോഡി ഓർ എ പാർട്ടിക്കിൾ. അപ്പോൾ വർക്ക് ഡൺ എപ്പോഴും എന്താണ്? F.S ആണ്. അപ്പൊ ഇവിടെ F എന്ന് പറഞ്ഞ ഏതായിരിക്കും? ഏത് ഫോഴ്സ് ആയിരിക്കും എടുക്കേണ്ടത്? ഇവിടെ നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ ചെയ്യപ്പെട്ട എല്ലാ ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? നെറ്റ് ഫോഴ്സ് ആണ്. അതായത് ബേസിക് ഡെഫിനിഷനിൽ F എന്ന് പറയുന്നത് എന്തായി മാറും? സിഗ്മ F ആയി മാറും. എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യപ്പെടുന്ന എല്ലാ ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എങ്ങനെയാണ്? അതായത് F1, F2, F3, F4 മുതലായ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ
ഇവയുടെ എല്ലാം റിസൾട്ടന്റ്, ഇത് റിസൾട്ടന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. F1 പ്ലസ് F1 വെക്ടർ പ്ലസ് F2 വെക്ടർ പ്ലസ് F3 വെക്ടർ, അങ്ങനെയുള്ള ഈ ഫോഴ്സ് വെക്ടറുകളുടെ എല്ലാം റിസൾട്ടന്റിനെ നിങ്ങൾ സിഗ്മ എഫ് വെക്ടർ എന്ന് സൂചിപ്പിച്ചാൽ ബേസിക് ഡെഫിനിഷനിലെ ഫോഴ്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? സിഗ്മ എഫ് എന്ന് കൊടുക്കുക. കാര്യം എന്താണ്? ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. F1, F2, F3, F4 എന്ന് പറയുന്ന ഫോഴ്സുകൾ ഈ ബോഡിയിൽ ഒരേ സമയം ആക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് ഡൺ ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഈ ഫോഴ്സുകളുടെ എല്ലാം ആക്ഷന്റെ ഫലമായി എന്ത് ചെയ്യുന്നു? ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. അതൊക്കെ കുഴപ്പമില്ല, എങ്ങോട്ട് വേണോ ഡിസ്പ്ലേസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഫോഴ്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? നെറ്റ് ഫോഴ്സ് കൊടുക്കുക. ഓക്കെ ഓക്കെ അപ്പൊ നോക്കിക്കേ, ദിസ് ഗീവ്സ് ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഡ്യൂറിംഗ് എ ഡിസ്പ്ലേസ്മെന്റ് S of the particle. അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇതിനെ ഇക്വേഷൻ ഒന്നൊന്ന് വിളിച്ചാൽ നോക്കൂ, സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 പ്ലസ് F3. അപ്പൊ F1 പ്ലസ് F2 പ്ലസ് F3 എക്സെട്ര ഡോട്ട് എസ് എന്നാണ് അല്ലെ. അതായത് F1 പ്ലസ് വെക്ടർ ഉണ്ട്, F1 പ്ലസ് F2 പ്ലസ് F3 എക്സെട്ര ഡോട്ട് എസ് എന്ന് വെച്ചാൽ എന്താണ്? F1 ഡോട്ട് എസ് പ്ലസ് F2 ഡോട്ട് എസ് പ്ലസ് F3 ഡോട്ട് എസ്, അങ്ങനെ എഴുതാമല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ F1 ഡോട്ട് എസ് പ്ലസ് F2 ഡോട്ട് എസ് പ്ലസ് F3 ഡോട്ട് എസ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നു. ഈ F1 ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? F1 എന്നുള്ള ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ്. അത് W1 എന്ന് സൂചിപ്പിക്കാം. F2 ഡോട്ട് എസിനെ W2 എന്ന് സൂചിപ്പിക്കാം. F3 ഡോട്ട് എസിനെ W3 എന്ന് സൂചിപ്പിക്കാം. സോ ദ വർക്ക് ഡൺ ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ദ സം ഓഫ് ദ വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പാർട്ടിക്കിളില് ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുവെങ്കിൽ ആ പാർട്ടിക്കിളിൽ ചെയ്യപ്പെട്ട വർക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓരോ ഫോഴ്സുകളും ചെയ്യുന്ന വർക്കുകളുടെ സമ്മാണ്. ശരിയല്ലേ? F1 ചെയ്യുന്ന വർക്ക് W1 ആണ്, F2 ചെയ്യുന്ന വർക്ക് W2 ആണെങ്കിൽ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുവെങ്കിൽ അതാത് ഫോഴ്സുകൾ ചെയ്യുന്ന വർക്കുകളുടെ സമ്മായിരിക്കും ഈ ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ വർക്ക്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. സോ ദ വർക്ക് ഡൺ ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ദ സം ഓഫ് ദ വർക്ക്സ് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ വർക്ക് ഡൺ ബൈ മൾട്ടിപ്പിൾ ഫോഴ്സസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. നോക്കിക്കേ, നമ്മൾ വർക്ക് എന്താണെന്ന് നോക്കി, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്കുകൾ നോക്കി. വർക്കിന്റെ SI യൂണിറ്റ് ആണ് ജൂള്. ഓക്കെ, വർക്കിന്റെ യൂണിറ്റും ഡയമെൻഷനുമാണ് നമ്മളിവിടെ പറയുന്നത്, യൂണിറ്റ്സും. SI യൂണിറ്റ് ആണ് ജൂൾ. ഓക്കെ, SI യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. അപ്പൊ നോക്കിക്കേ, ഒരു ജൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നിങ്ങൾക്കറിയാം, വർക്ക് ഡൺ എന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, പോസിറ്റീവ് വർക്ക് എടുക്കുന്നു, θ0 ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 joule of work is said to be done when a force of 1 Newton displaces a body through 1 meter in its own direction. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം W ഈക്വൽ ടു FS ആണ്. നോക്കൂ, W ഈക്വൽ ടു FS ആണ്. അപ്പോൾ ഒരു ബോഡിയിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്ത് ആ ബോഡിയെ അപ്ലൈ ചെയ്യപ്പെട്ട ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ, ആ ബോഡിക്ക് 1 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്താൽ, ഈ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ട അതേ ഡയറക്ഷനിൽ ഈ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ ആണ് എങ്കിൽ ഈ ബോഡിയിൽ ചെയ്യപ്പെട്ട വർക്ക് അല്ലെങ്കിൽ ഈ ഫോഴ്സ് ഈ ബോഡിയിൽ ചെയ്ത വർക്ക് 1 ജൂൾ ആണ് എന്ന് പറയാം. കണ്ടോ, 1 ജൂൾ ഈക്വൽ ടു 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. ഓക്കെ, 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. അതായത് 1 ന്യൂട്ടൺ ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ആ ആക്ട് ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എങ്കിൽ 1 ഇൻറ്റു 1 1 ആണ്. 1 ജൂൾ ആണ് ഈ ഫോഴ്സ് ഈ ബോഡിയിൽ ചെയ്ത വർക്ക്. ഓക്കെ, അപ്പോൾ 1 ജൂൾ ഈക്വൽ ടു 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് നിങ്ങൾക്ക് അറിയാം യൂണിറ്റ് എന്താണെന്ന്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 1 മീറ്റർ. അപ്പൊ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കിലോഗ്രാം ഉണ്ട്, ഇവിടെ ഒരു മീറ്ററും ഉണ്ട്, മീറ്റർ സ്ക്വയർ. അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ്റ്റ് -2. അതാണ് 1 ജൂളിന്റെ എന്താണ് ഈ SI യൂണിറ്റ്. SI യൂണിറ്റിന്റെ ഇതാണ് SI യൂണിറ്റ്. ഇതിന്റെ പേര് ജൂൾ എന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിന്റെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ജൂളിന്റെ മറ്റൊരു പേരെന്തായിരിക്കും? അപ്പോ ജൂളിന്റെ പേര് ന്യൂട്ടനും മീറ്ററും ചേരുന്നതാണ് ജൂൾ. അപ്പോൾ 1 ന്യൂട്ടൺ മീറ്റർ എന്നും വിളിക്കാം. മനസ്സിലായില്ലേ? സോ അനദർ നെയിം ഓഫ് ജൂൾ ഈസ് എന്ത്? ന്യൂട്ടൺ മീറ്റർ, NM. ഓക്കെ, അനദർ നെയിം ഓഫ് ജൂൾ ഈസ് ന്യൂട്ടൺ മീറ്റർ, NM. ഇനി നോക്കൂ, SI യൂണിറ്റ് ജൂൾ ആണ്. അപ്പോൾ വർക്കിന്റെ CGS യൂണിറ്റ് എന്താണ്? CGS യൂണിറ്റ് ആണ് എർഗ്, ERG. മറക്കരുത്, ഇപ്പോഴേ പഠിച്ചു വെക്കുക, എർഗ്. അപ്പോ ഒരു എർഗ് ഓഫ് വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു ബോഡിയിൽ ചെയ്യപ്പെട്ട വർക്ക് ഒരു എർഗ് ആവുന്നത് എപ്പോഴാണ്? ഒരു ഡൈൻ ഫോഴ്സ്, ഒരു ന്യൂട്ടൺ ഫോഴ്സ് അല്ല, CGS യൂണിറ്റ് ആവുമ്പോൾ ഫോഴ്സിന്റെ CGS യൂണിറ്റും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് CGS യൂണിറ്റ് നോക്കണം. അപ്പോ 1 ഡൈൻ, ഫോഴ്സ് ഓഫ് 1 ഡൈൻ ആണ് ഫോഴ്സിന്റെ CGS യൂണിറ്റ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഡൈൻ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത് ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഈ ബോഡിക്ക് 1 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ ആ ബോഡിയിൽ ഈ ഫോഴ്സ് ചെയ്ത വർക്ക് ഒരു എർഗ് ആണെന്ന് പറയാം. ഒന്ന് വായിച്ചു നോക്കിയേ. 1 എർഗ് ഓഫ് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ when a force of 1 dyne replaces a body through 1 centimeter in its own direction. ഓക്കെ, അപ്പൊ 1 എർഗ് ഈക്വൽ ടു എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ 1 ഡൈൻ ആണ് അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്ര? 1 സെന്റിമീറ്റർ. ഇനി ഒരു ഡൈൻ എത്രയാണ്? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ 1 ഡൈൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഇൻറ്റു CGS സിസ്റ്റത്തിന് നിങ്ങൾക്ക് അറിയാലോ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് ആണ്. അപ്പൊ 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെന്റിമീറ്റർ. അപ്പൊ എത്ര കിട്ടും? 1 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ സെക്കൻഡ് റൈസ് ടു -2 എന്ന് വെച്ചാൽ ഒരു ഡൈൻ 1 സെന്റിമീറ്റർ. അപ്പൊ ഒരു എർഗിനെ നിങ്ങൾക്ക് എങ്ങനെയും വിളിക്കാം? ഡൈൻ സെന്റിമീറ്റർ എന്ന് വിളിക്കാം. സോ എർഗ് ഈസ് ഓൾസോ കോൾഡ് ഡൈൻ സെന്റിമീറ്റർ. ഇനി ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾ വളരെ വളരെ കൃത്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും പതിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. 1 ജൂൾ എത്ര എർഗ് ആണ്? ഒരിക്കലും മറക്കരുത്. 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ്. PSC പരീക്ഷയ്ക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വർക്കിന്റെ ഡയമെൻഷൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഡയമെൻഷൻ? നിങ്ങൾക്കറിയാം, ഡയമെൻഷൻ ഇങ്ങനെയല്ലേ നമ്മൾ ക്വാണ്ടിറ്റിയെ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഇടുന്നത്. ഡയമെൻഷനിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയാം, mL/T⁻². ഞാൻ കൂടുതൽ പറയുന്നില്ല. ഡിസ്പ്ലേസ്മെന്റിന്റെ L ആണ്, ഡിസ്റ്റൻസിന്റെ L. സോ L L² mL²T⁻². വർക്കിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് എനർജിക്കും. ഓക്കെ, അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയും. mL²T⁻². ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾ കൃത്യമായി ഒന്ന് പഠിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ഗാർഡനർ മൂവ്സ് എ ലോൺ റോളർ. ലോൺ റോളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എക്യുപ്മെന്റ് കണ്ടുകാണ്. ഈ പുൽത്തകിടിയൊക്കെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ചെത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ലോൺ റോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗാർഡനർ മൂവ്സ് എ ലോൺ റോളർ through a distance of 100 meter with a force of 50 Newton. ഓക്കെ, അപ്പോൾ ഒരു ഗാർഡനർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ലോൺ റോളർ മൂവ് ചെയ്തിരിക്കുകയാണ്. 100 മീറ്ററാണ് അദ്ദേഹം മൂവ് ചെയ്തത്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് മൂവ് ചെയ്തത്? 50 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ഹിസ് വേജസ് ഇഫ് ഹി ഈസ് ടു ബി പെയ്ഡ് 10 പൈസ ഫോർ ഡൂയിങ് 25 ജൂൾ ഓഫ് വർക്ക്. 25 ജൂളിന്, അതായത് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന വർക്കിന് കൊടുക്കുന്ന പൈസ എങ്ങനെയാണ്? 25 ജൂളിന് 10 പൈസ എന്ന നിരക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എന്താണ്? ഒരു കണ്ടീഷൻ. അപ്ലൈഡ് ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ 60 ഡിഗ്രിയിലാണ് കിടക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ ഇതാണ് ലോൺ റോളർ എങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി എന്നാണ് പറയുന്നത്. എഫും ഇത് എസും ആണെങ്കിൽ. ഇത് ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഫോഴ്സ് അപ്ലൈ ചെയ്തത് 50 ന്യൂട്ടൺ, ഡിസ്റ്റൻസ് 100 മീറ്റർ. ഈ തീറ്റ എന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? W=Fs cos θ. ഓക്കെ, അപ്പോ 50 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 100 ഇൻറ്റു
തീറ്റ എത്രയാണ്? 60 ഡിഗ്രി cos 60. സോ 50 ഇൻറ്റു 100 ഇൻറ്റു എത്രയാണ്? 50 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ സോറി, ഇത് പിന്നെ 500 അല്ല 50 ആണ് കേട്ടോ. 50 ഇൻറ്റു 100 ഇൻറ്റു cos 60. സോ 50 ഇൻറ്റു 100 ഇൻറ്റു cos 60 1/2 ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ എത്ര കിട്ടും? ചെയ്ത് നോക്കുമ്പോൾ കിട്ടും 2500 ജൂൾ എന്ന് കിട്ടും. 2500 ജൂൾ. അപ്പൊ ഇദ്ദേഹം ചെയ്ത ടോട്ടൽ വർക്ക് എത്രയാണ്? 2500 ജൂൾ ആണ്. എന്നാൽ ഇദ്ദേഹത്തിന് പണം കൊടുക്കുന്ന നമ്മൾ എങ്ങനെയാണ്? 25 ജൂളിന്, അതായത് 25 ജൂളിന് 10 പൈസ, അങ്ങനെയല്ലേ? 25 ജൂളിന് 10 പൈസ. അങ്ങനെയാണെങ്കിൽ 25 ജൂളിന് 10 പൈസ ആണെങ്കിൽ 2500 ജൂളിന് എത്രയായിരിക്കും? അപ്പൊ നോക്കിയേ, 25 ജൂളിന് 10 പൈസ ആണെങ്കിൽ 1 ജൂളിന് എത്രയായിരിക്കും? 10/25 ആയിരിക്കും, ശരിയല്ലേ? ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ. അപ്പൊ 10/25 പൈസ. അപ്പൊ 2500 ജൂളിന് എത്രയായിരിക്കും? ഇതിന് 2500 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 2500 ഇൻറ്റു 10/25 കണ്ടോ? 2500 ഇൻറ്റു 10/25 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 റുപ്പീസ് എന്ന് കിട്ടും. ഇത് പൈസയിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയാം 100 പൈസയാണ് എന്ത്? 1 രൂപ. അപ്പൊ കിട്ടുന്ന ഈ പൈസയെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 റുപ്പീസ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് അത് ഇട്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? ആംഗിളൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് സുഖമായി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 1-2 തവണ ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇനി നമുക്ക് ഈ വർക്കിനെ, വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? F.S ആണ്. അതായത് 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക്. ഏതൊക്കെയാണ് 2 വെക്ടറുകൾ? അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ വർക്കിനെ റെക്ടാങ്കുലാർ കമ്പോണന്റുകളാക്കി ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കിയാലോ? ഈ 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവയുടെ റെക്ടാങ്കുലാർ കമ്പോണന്റ് വെച്ച് എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നിങ്ങൾക്കറിയാം വർക്ക് ഈക്വൽ ടു F.S ആണ്. എഫ് നോക്കിക്കേ, 3 ഡയമെൻഷൻസിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? Fx ഇൻറ്റു ഐ ക്യാപ്പ്. കണ്ടോ, 3 കമ്പോണന്റുകൾ ഉണ്ട്. Fx ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് Fy ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് Fz ഇൻറ്റു കെ ക്യാപ്പ്. ശരിയല്ലേ? ഒരു വെക്ടറിന് 3 കമ്പോണന്റുകൾ ഉണ്ട് 3Dയിൽ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് യൂണിറ്റ് വെക്ടറുകളാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് മോഷൻ പ്ലെയിനിൽ. അതുപോലെ എസിനോ Sx ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് Sy ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് Szz ഇൻറ്റു കെ ക്യാപ്പ്. അപ്പൊ F.S എങ്ങനെ എഴുതാം കുട്ടികളെ? 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ്. ഈ 2 വെക്ടറുകളുടെ ദിസ് വെക്ടർ ഡോട്ട് ദിസ് വെക്ടർ എന്താണ്? കറസ്പോണ്ടിങ് ആയ കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ Fx ഇൻറ്റു Sx പ്ലസ് Fy ഇൻറ്റു Sy പ്ലസ് Fz ഇൻറ്റു Szz. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, അതായത് ഫോഴ്സ് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടാൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. കമ്പോണന്റ് വൈസ് പിന്നെ ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്പ്രഷൻ ആണ് ഇത്. ഓക്കെ, F.Sന്റെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? നന്നായി ഒന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത ടോപ്പിക്കാണ് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. നമ്മൾ ഇതുവരെ ഈ വീഡിയോയ്ക്ക് മുമ്പ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കോണ്ടെക്സ്റ്റുകളിലെല്ലാം കോൺസ്റ്റന്റ് ഫോഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എന്നുള്ളത് വളരെ റെയർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വർക്കിന്റെ ഫിസിക്കൽ ഡെഫിനിഷൻ പഠിച്ചത് ഓർമ്മയില്ലേ? ഇതാ കണ്ടില്ലേ, ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് വേരി ചെയ്യാത്ത ഫോഴ്സ് ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്നാൽ ഈ F.S ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് എന്താണ് ചെയ്തത്? അപ്ലൈ ചെയ്ത ഫോഴ്സിനെ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എന്നുള്ള വളരെ റെയർ ആണ്. നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന, കോമൺലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം വേരിയബിൾ ആണ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് ഈ ഓരോ പോയിന്റിലും എന്താണ്? ഫോഴ്സിന് ഓരോ വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് വേരിയബിൾ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഇസ് റെയർ. ഇറ്റ് ഈസ് ദ വേരിയബിൾ ഫോഴ്സ് വിച്ച് ഈസ് മോർ കോമൺലി എൻകൗണ്ടേർഡ്. നോക്കൂ, ഒരു ഫിഗർ നമുക്കുണ്ട്. ഫിഗർ 6.2 അല്ല, 6.3 ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇതും ഇതും കൂടെ ചേർത്തുള്ള ഇത് 6.3 എ എന്നുള്ള ഫിഗർ ആണ്. ഇത് 6.3 ബി എന്നുള്ള ഫിഗർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വേരിയിങ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. വേരിയിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് കണ്ടോ ഈ ഫോഴ്സിന്റെ വാല്യൂ വ്യത്യാസമാണ്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ, പിന്നെ ഈ ഒരു പൊസിഷനിൽ ഇതായിരുന്നു വാല്യൂ. കണ്ടോ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? F.X എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിൽ പൊസിഷൻ അനുസരിച്ച് വേരി ചെയ്യും ഫോഴ്സ്. ഇവിടെ കണ്ടോ, ഈ പോയിന്റ് നിങ്ങളുടെ അടുത്ത് വരച്ചു നോക്കി. കണ്ടോ, ഇതാണ് ഫോഴ്സിന്റെ വാല്യൂ മാറി. നമ്മൾ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫോഴ്സുകളാണ്.
ഓക്കെ, അപ്പൊ നോക്കിക്കേ, പിന്നെ ക്ലിയർ ആയല്ലോ, ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നോട്ട് എഴുതേണ്ട കാര്യം ഞാൻ ഈ ഒരു സെക്ഷൻ പഠിപ്പിച്ച് തീരുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്, എവിടെ മുതൽ എവിടെ വരെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് ആണ് നമ്മൾ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കറിയാം, ഇതാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്താണ്? എന്നാൽ ആലോചിച്ച് നോക്കിയേ, എന്താണ് നമ്മൾ പറഞ്ഞത്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത് വർക്കാണ്. ഓക്കെ, വർക്ക് ഡൺ ആണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന് താഴെയുള്ള ഏരിയ. അപ്പൊ നോക്കി, ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇനിഷ്യൽ പൊസിഷൻ നമ്മുടെ വസ്തുവിനുണ്ട്. നിങ്ങളൊരു വേരിയബിൾ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്തു? XIയിൽ നിന്നും XFിലേക്ക് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ XIയിൽ നിന്ന് XFിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ബോഡി ആദ്യം, 1 ഡയമെൻഷൻ ആണ് കേട്ടോ, X ആക്സിസിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിന്നും എങ്ങോട്ട് മാറി? XFിലേക്ക് മാറിയപ്പോ ഡിസ്പ്ലേസ്മെന്റ് എത്ര സംഭവിച്ചു? ചേഞ്ച് ഇൻ പൊസിഷൻ. എല്ലാം മെഷർ ചെയ്യുന്ന ഇവിടെ നിന്നാ. നോക്കൂ, XF ഇത്രയും, XI ഇത്രയും. അപ്പൊ XF മൈനസ് XI ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഇതാ ഇത്രയും ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏരിയയെ നിങ്ങൾ ചെറിയ ചെറിയ റെക്ടാങ്കുലാർ സ്ട്രിപ്പുകളാക്കി എന്ത് ചെയ്യുന്നു? സക്സസീവ് റെക്ടാങ്കുലാർ ഏരിയകളാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുകയാണ്. ഈ റെക്ടാങ്കുലാർ സ്ട്രിപ്പുകളുടെ പ്രത്യേകത കണ്ടോ? എല്ലാവരുടെയും വിഡ്ത്ത് സെയിം ആണ്. അതായത് ബ്രെഡ്ത്ത്, പക്ഷെ ലെങ്ത് വ്യത്യാസമാണ്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റെക്ടാങ്കുലാർ ഏരിയ, ഇതിപ്പോ കണ്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റെക്ടാങ്കിളുകൾ വലുതായതുകൊണ്ടാണ്. എന്നാൽ വളരെ കുഞ്ഞു റെക്ടാങ്കിൾ പിന്നെയും ഇതിനെ ചെറുതാക്കി കൊണ്ടുവന്നാൽ ഈ ചെറിയ ഏരിയയും അങ്ങ് ഫില്ല് ചെയ്യപ്പെട്ട് പോകും. ഇതൊക്കെ കാൽക്കുലസിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലസിന്റെ നോട്ട്സ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്പുകളാക്കി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സക്സസീവ് ആയിട്ടുള്ള എന്താണ് ഏരിയകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, നോക്കിക്കേ, നിങ്ങള് ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ, അതായത് ഹോൾ ഡിസ്പ്ലേസ്മെന്റ് ആണിത്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റിനെ നിങ്ങൾ ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ ഈക്വലി നിങ്ങൾ ഡിവൈഡ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഈ ഏരിയയെ നിങ്ങൾ ഈക്വലി എന്തായിട്ട് കുറെ സ്ട്രിപ്പുകളാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇതിലെ ഒരു ചെറിയ സ്ട്രിപ്പ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത്, ഇതാ ഇത്, ഈ സ്ട്രിപ്പിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ നോക്കൂ, ഏരിയ ഇതൊരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് ആണ്. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ്? ലെങ്ത് ഇതാ ഇത്, അതെത്രയാണ്? f(x) ആണ്. f(x) ഇൻറ്റു ബ്രെഡ്ത്ത് നോക്കൂ, ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ്, വളരെ ചെറിയ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ കണ്ടോ? അവിടെ ഈ f(x) എന്നുള്ള ഈ വേരിയബിൾ ഫോഴ്സ് ഇല്ലേ, അതിനെ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി അങ്ങ് എടുക്കാം. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. വളരെ വലിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. പക്ഷെ വളരെ കുഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലേ ആ ഡിസ്പ്ലേസ്മെന്റ് അകത്ത്, അല്ലെങ്കിൽ ആ റീജിയൻ അകത്ത് എന്താണ് ഇത്? ഈ f(x) ഇത് വേരിയബിൾ, ഓഫ് കോഴ്സ് ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അപ്രോക്സിമേറ്റ് ആയി കോൺസ്റ്റന്റ് ആയി എടുക്കാം. അപ്പൊ ഈ ഫിഗർ നിങ്ങൾ മനസ്സിൽ, ഈ ഒരു സ്ട്രിപ്പ് നോക്കൂ, ഈ ഷെയ്ഡഡ് ഫിഗറെ ഒന്ന് മനസ്സിൽ ഒന്ന് വെച്ച് നോക്കിയേ. ഏരിയ, അതിന്റെ ഏരിയ ഡെൽറ്റ എ എന്ന് സൂചിപ്പിക്കുന്നു, ഈക്വൽ ടു f(x) ഇൻറ്റു ഡെൽറ്റ എക്സ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അതായി പറഞ്ഞിരിക്കുന്നത്. If the displacement delta x is small, we can take the force f(x) as approximately constant and the work done is then. അവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ എത്രയാണ്? f(x) ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള റെക്ടാങ്കുലാർ ഏരിയകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോ ഇവിടം മുതൽ ഇവിടെ വരെ ഈ ബോഡിയെ കൊണ്ടു ചെന്നെത്തിക്കാൻ നമ്മൾ കൊടുത്ത വർക്ക് കിട്ടില്ലേ? ഇതുപോലെയുള്ള സ്ട്രിപ്പുകൾ കൂട്ടുമ്പോൾ കിട്ടും. അതിനെയാണ് നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ ഡെൽറ്റ ഡബ്ല്യു ആണ് വർക്കെങ്കിൽ ഇവിടം മുതൽ ഇവിടെ വരെയുള്ള ഹോൾ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം നിങ്ങൾ? ഈ സ്ട്രിപ്പുകളെല്ലാം നിങ്ങൾ കൂട്ടണം. ഓക്കെ, അതാണ് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ആഡിങ് സക്സസീവ് റെക്ടാങ്കുലാർ ഏരിയാസ് ഇൻ ഫിഗർ എ
വി ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ആസ് ഡബ്ല്യു. ചെറിയ വർക്കല്ല, വലിയ വർക്കാണ്. ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ആണ്. ഓരോ എഫ് എക്സ് ഡെൽറ്റ എക്സിനെയും കൂട്ടുക. നോക്കൂ, ഇവിടെ ഒരു എഫ് എക്സ് ഡെൽറ്റ എക്സ് പ്ലസ് അടുത്ത എഫ് എക്സ് ഡെൽറ്റ എക്സ്, അടുത്ത എഫ് എക്സ് ഡെൽറ്റ എക്സ്, അങ്ങനെ എവിടെ മുതൽ എവിടെ വരെ പോകണം? എക്സ് ഐ മുതൽ എക്സ് എഫ് വരെ പോകണം. കണ്ടോ, അതാണിത്. സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, വേർ ദ സമ്മേഷൻ ഈസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ എക്സ് ഐ ടു ദ ഫൈനൽ പൊസിഷൻ എക്സ് എഫ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുവരെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുവരെ നിങ്ങൾ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫിഗർ ബിലോ ഈസ് എ പ്ലോട്ട് ഓഫ് എ വേരിയിങ് ഫോഴ്സ് ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഈ ഫിഗർ വരയ്ക്കുക, ഫിഗർ എ. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക, ഫിഗർ ബി. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗർ ബി വരയ്ക്കണ്ട, ഫിഗർ എ വരെ വരച്ചാൽ മതി കേട്ടോ. ഫിഗർ എ വരെ വരച്ചാൽ മതി. ബിലോ ഫിഗർ ഷോസ് എ പ്ലോട്ട്, അല്ലെങ്കിൽ ബിലോ ഫിഗർ ഇസ് എ പ്ലോട്ട് ഓഫ് എ വേരിയിങ് ഫോഴ്സ് ഇൻ വൺ ഡയമെൻഷൻ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇത് വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഫിഗർ എ എന്ന് കൊടുക്കുക കേട്ടോ. ഫിഗർ എ. ഓക്കെ, ഫിഗർ എ. എന്നിട്ട് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ മുതൽ എന്ത് ചെയ്യുക? ഇവിടം വരെ എഴുതുക. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ എഴുതുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളെ കുറിച്ച്? അപ്പൊ നിങ്ങൾ ഈ വിട്ട് കുറച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്യാപ്പുകളും കുറഞ്ഞു വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ വിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ നോക്കിയാൽ മതി. ഈ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് ഈ വിട്ട് അല്ലെങ്കിൽ ഈ വ്യത്യാസം സീറോയിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്യാപ്പുകളെല്ലാം കുറഞ്ഞു വരും. നമ്പർ ഓഫ് ടേംസ് കണ്ടോ, ഇവിടെ ഇത്രയും ടേംസ് ആയിരുന്നു. അപ്പൊ ഈ വിട്ട് വളരെ കുറഞ്ഞാലോ ഒരുപാട് സ്ട്രിപ്പുകളാകും, ചെറിയ. മനസ്സിലായോ? അപ്പോൾ എന്ത് പറ്റും? ഈ സമ്മ്, ഇവിടെ എല്ലാത്തിൻ്റെയും സമ്മ് എന്ത് ചെയ്യും? ഒരു പ്രത്യേക നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യും. ഇവയുടെ എല്ലാത്തിൻ്റെയും സമ്മ് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവിന് താഴെയുള്ള ഏരിയയ്ക്ക് തുല്യമായിരിക്കും. അതാണ് കണ്ടോ ഇത്. അതായത് ഇതുപോലുള്ള ഒരുപാട് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ കണ്ടിന്യൂസ് ആയി മാറും. ഇപ്പൊ ഡിസ്ക്രീറ്റ് ആയ ഈ സാധനം കണ്ടിന്യൂസ് ആയി മാറും കേട്ടോ. ഇന്റഗ്രേഷൻ എന്നുള്ള കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഇതിന് താഴെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കണ്ടോ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഫിഗർ ബി. ആഡിങ് ഓൾ ദ ഏരിയാസ് ഓഫ് ദ റെക്ടാംഗിൾസ് വി ഫൈൻഡ് ദാറ്റ് ഫോർ ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് ഉണ്ടോ, ഈ വിഡ്ത്ത് അത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ദ ഏരിയ അണ്ടർ ദ കർവ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ എഫ് ഓഫ് എക്സ്. മനസ്സിലായില്ലേ? അതിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ്സ് ആർ അലൗഡ് ടു അപ്രോച്ച് സീറോ, then the number of terms in the sum increases without limit, but the sum approaches a definite value equal to the area under the curve in figure B. ഇത് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോ then the work done is equal to W equal to എന്താണ്? W equal to നോക്കൂ, ഈ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ലിമിറ്റിംഗ് വാല്യൂ കണ്ടോ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. നോക്കൂ, ഇതിനെ നിങ്ങൾക്ക് ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എന്ന് എഴുതിക്കൂടെ? ലിമിറ്റ് ഡെൽറ്റ ഇത് ബൈ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ഇന്റഗ്രൽ. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. മോഷൻ ഇൻ എ പ്ലെയിനിലല്ല, ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു സീരീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി കാൽക്കുലസിന്റെ. അപ്പൊ ഇന്റഗ്രൽ നോക്കൂ, ഇത് ഡിസ്ക്രീറ്റ് സം ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി മാറുമ്പോൾ നോക്കൂ, ഈ എസിനെ ഞാൻ പറഞ്ഞില്ലേ, എസ് എന്നുള്ള ചിഹ്നത്തിന് ഇവിടെ പിടിച്ച് അങ്ങോട്ടും ഇവിടെ പിടിച്ച് ഇങ്ങോട്ടും വലിക്കുമ്പോൾ അത് ഇങ്ങനെയാവും, കണ്ടിന്യൂസ് സം ആവും. സോ ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, വേർ ലിമിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ലിമിറ്റ് ഓഫ് ദ സം വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ. ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ഇവയുടെ സമ്മ് ഒരു വാല്യൂവിലേക്ക് അടുക്കുന്നു. ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ കർവിന് താഴെയുള്ള അല്ലെങ്കിൽ ഈ സ്ട്രിപ്പുകളുടെ എല്ലാ സമ്മ് ഒരു പ്രത്യേക വാല്യൂവിലേക്ക് അടുക്കുന്നു. അതാണ് ഈ വാല്യൂ W ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോ
ശ്രദ്ധിക്കണം. ദസ് ഫോർ എ വേരിയിങ് ഫോഴ്സ്, കണ്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ദസ് ഫോർ എ വേരിയിങ് ഫോഴ്സ് ദ വർക്ക് ഡൺ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് ഫോഴ്സ് ഓവർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി വായിക്കുന്നു. ദസ് ഫോർ എ വേരിയിങ് ഫോഴ്സ്, കണ്ടോ ഒരു വേരിയിങ് ഫോഴ്സിന്റെ കേസിൽ എന്തായി? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായി. ഇത് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, for a varying force the work done can be expressed as a definite integral of force over displacement. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നോട്ട് എഴുതാനുള്ള കാര്യങ്ങളും ആയല്ലോ. ഈ ഫിഗറും കൂടി വരയ്ക്കുക. അതിന് വരയ്ക്കേണ്ട സ്ഥാനം ഇവിടെ പറഞ്ഞു. ഇവിടെ ഈ ഫിഗർ ബി എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വരെ എഴുതുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? 1-2 തവണ ഈ വീഡിയോയും കഴിഞ്ഞ വീഡിയോയും കണ്ട് ഒന്ന് ക്ലിയർ ആയി ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലേക്ക് പോകാം.